ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ 4ാമത്തെ നോമ്പാണ്. ആക്ച്വലി എനിക്ക് ഇന്നലെ വ്ലോഗ് എടുക്കാൻ പറ്റിയില്ല, ഒരു ഷോർട്സ് പോലും ഇടാൻ പറ്റില്ല. കാരണം അത്രയ്ക്ക് ടയേർഡായിപ്പോയി എനിക്ക് നല്ല തലവേദന ആയിരുന്നു. അതിൻ്റെ പേരിൽ എനിക്ക് ഒരു വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. നോമ്പെടുക്കുന്നവർക്ക് അറിയാൻ പറ്റുമല്ലോ, ചില സമയങ്ങളിൽ നമ്മൾ ഓക്കെ ആയിരിക്കാം, ചില സമയങ്ങളിൽ നമുക്ക് പറ്റില്ല. നമുക്ക് ഒരു ഡേ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല വെയിലും ഇതൊക്കെയല്ലേ, ചൂട് കൂടുതലല്ലേ. അപ്പോൾ അതിൻ്റെ പേരിൽ എനിക്ക് നല്ല തലവേദന ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. സോ ഞാൻ ഇന്ന് എന്തായാലും ഉറപ്പിച്ചു, എത്ര ക്ഷീണമായാലും ശരി ഇന്ന് വീഡിയോ എടുക്കണമെന്നുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ മാംഗോ കട്ട് ചെയ്യുക ചെയ്തത്. ഞങ്ങൾ ഇവിടുത്തെ ജ്യൂസ് എല്ലാവർക്കും മസ്റ്റാണല്ലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ജ്യൂസ് അടിച്ച് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ആദ്യ ദിവസമൊക്കെ നല്ല രീതിയിൽ നമ്മൾ കടികളാണെങ്കിലും എല്ലാം ഉണ്ടാക്കുമല്ലോ. പിന്നീട് കുറഞ്ഞു വരും. അതെല്ലാ വീട്ടുകളിലും അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇന്ന് ഫുൾ കൺഫ്യൂഷനായിരുന്നു, എന്താ ഉണ്ടാക്കേണ്ടതെന്ന് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഫസ്റ്റ് ജ്യൂസൊക്കെ അടിച്ച് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം. അങ്ങനെ ഞങ്ങൾ ഡിസൈഡ് ചെയ്തു. പച്ചക്ക ബജിയില്ലേ, നമ്മൾ പച്ചക്കാനെല്ലാം കേട്ടിട്ടുണ്ടല്ലോ, ഇനി വേറെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അതിൻ്റെ ബജിയും പിന്നെ കട്ട്ലേറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഓൾറെഡി വാട്ടർ മെലനും ഗ്രേപ്സും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഗ്രേപ്പ് ജ്യൂസ് അടിച്ചില്ല, മാംഗോ ജ്യൂസാണ് അടിച്ചത്. അപ്പോൾ അതിനുശേഷം കട്ട്ലേറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പല വീഡിയോസിലും പിന്നെ പല സ്ഥലങ്ങളിൽ നോമ്പ് തുറക്കാനൊക്കെ പോയപ്പം കണ്ടിട്ടുണ്ട്, പലരും പല രീതിയിലാണ് കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നത്. ചിലവർ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ടുണ്ടാക്കും, ചിലവരങ്ങനെ കോട്ട് ചെയ്യത്തില്ല. നമുക്കത് കാണുമ്പോൾ അറിയാൻ പറ്റും. ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പുറമെ ഇങ്ങനെ ഒരു മുരുമുരാന്നിങ്ങനെ ഇരിക്കും. ബട്ട് ചിലവർ അത് എഗ്ഗിൽ മാത്രം കോട്ട് ചെയ്തിട്ടാണ് ഫ്രൈ ചെയ്യാറുള്ളത്. എൻ്റെ ഉമ്മയാണെങ്കിൽ ബ്രെഡ് ക്രംസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞങ്ങൾ ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് പൊട്ടറ്റോ, സവാള, ഉള്ളി, ഇഞ്ചി, വെള്ളുള്ളി, അതുപോലെ തന്നെ ചിക്കൻ, ഇത്രയൊക്കെ കാര്യങ്ങളാണ് എടുത്തിരിക്കുന്നത്. എല്ലാവർക്കും ചിലപ്പോൾ അറിയാമായിരിക്കും. ഇതിൻ്റെ പ്രത്യേകിച്ച് റെസിപ്പി ഞാൻ ജസ്റ്റ് ഒരു ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണണമെന്നോ വേണമെന്നുണ്ടെങ്കിൽ അത് പോയി കണ്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് ശരിക്കും ലേറ്റായിപ്പോയി. ഒരു 4:45 ഒക്കെ ആയപ്പോഴാണ് ഞങ്ങൾ കുക്കിങ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഇറങ്ങിയത്. അതുകൊണ്ട് ഒരു സംഭവം ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടി ഞങ്ങൾ ഫ്രൂട്ട്സ് കട്ട് ചെയ്തതും അതുപോലെ തന്നെ ജ്യൂസിന് വേണ്ടിയിട്ട് ചെയ്തതും ഒക്കെ എല്ലാം പെട്ടെന്നായിരുന്നു ചെയ്തത്. അതുകൊണ്ട് ഒരു സാവകാശം കിട്ടിയിരുന്നില്ല. അതാണെങ്കിൽ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കട്ടിങ്സ് പോലെ ഇങ്ങനെ കാണിക്കുന്നത്. എന്നിട്ട് നമ്മൾ പൊട്ടറ്റോ സ്മാഷ് ചെയ്തെടുക്കുക. നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് പൊട്ടറ്റോ സ്മാഷ് ചെയ്തെടുക്കുക. ദെൻ ബ്രെഡ് ക്രംസ് എടുക്കുക. പിന്നെ ഇത്രയും കാര്യങ്ങൾ ഇതൊക്കെ ഞങ്ങൾ ചോപ്പ് ചെയ്തത് കണ്ടായിരുന്നല്ലോ. ഉള്ളി, സവാള, വെള്ളുള്ളി, മുളക്, പച്ചമുളക്, ഇഞ്ചി എന്നിവ നമ്മൾ നന്നായിട്ട് കട്ട് ചെയ്തിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. അതിനുശേഷമാണ് നമ്മൾ നല്ല രീതിയിൽ വാട്ടിയെടുക്കുക. പിന്നീടുള്ള ഇടയ്ക്ക് വെച്ചുള്ള ഒരു വീഡിയോ ഞാൻ എടുത്തില്ല. എനിക്ക് ഇടയ്ക്ക് വെച്ച് എന്തോ ആവശ്യത്തിന് ഞാൻ പോയതുകൊണ്ട് അതെനിക്ക് എടുക്കാൻ പറ്റിയില്ല. അതിടയ്ക്ക് നമ്മൾ കുറച്ച് മസാലപ്പൊടി, മുളക് പൊടി അങ്ങനത്തെ പൊടികളാണ് നമ്മൾ ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ അത് വാട്ടിയെടുക്കുന്നത്. പിന്നീട് നമ്മുടെ വേവിച്ച് വെച്ച ചിക്കൻ അത് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു കട്ട്ലേറ്റിനുള്ളത്. പിന്നീട് മുട്ട, അതെല്ലാവർക്കും അറിയാമല്ലോ, മുട്ട ജസ്റ്റ് ബീറ്റ് ചെയ്തെടുക്കുക. അത് നമുക്ക് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മുട്ട എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കട്ട്ലേറ്റിന് വേണ്ടി എടുത്തിരിക്കുന്നത്. ഇനി നമുക്കത് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നല്ല രീതിയിൽ അത് മസാലയും ആ ഒരു കുക്ക് ചെയ്ത ചിക്കനും ആ പൊട്ടറ്റോ ഒക്കെ നല്ല രീതിയിൽ അത് ഒരുമിച്ച് പിടിക്കുന്ന മസാല നല്ല രീതിയിൽ പിടിക്കുന്ന രീതിയിൽ അത് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷമാണ് നമ്മൾ ഷേപ്പ് ചെയ്തെടുത്തിട്ട് ആദ്യമേ മുട്ടയിൽ മുക്കുക. ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയിൽ മുക്കിയിട്ട് ദെൻ ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുക വേണ്ടത്. ചിലവർ ബ്രെഡ് ക്രംസിൽ മുക്കാറില്ല. അപ്പം കൂടുതലും നമ്മൾ ബ്രെഡ് ക്രംസ് യൂസ് ചെയ്യുന്നവരെ കണ്ടിട്ടുള്ളത്. ബട്ട് ചിലവർ യൂസ് ചെയ്യാറില്ല. അതിനുശേഷമാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക.
അപ്പോൾ കട്ട്ലറ്റ് ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ ഈ കട്ട്ലറ്റിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഷോർട്സ് ആയിട്ട് ഇട്ടിട്ട് നിങ്ങൾ പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഒരു ചെറിയ ഇഫ്താർ വിഭവങ്ങളുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും നോമ്പ് നല്ലതാണെന്ന് കരുതുന്നു. മാക്സിമം നോമ്പ് തുറക്കുന്ന സമയത്തും അതുപോലെ തന്നെ അത്താഴത്തിനൊക്കെ ഹൈഡ്രേറ്റഡ് ആവാൻ ശ്രമിക്കുക. കാരണം നല്ല വെയിലും നമ്മുടെ കാലാവസ്ഥയൊക്കെ നല്ല മോശമാണ്. അപ്പോൾ എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും റമദാൻ മുബാറക്. അസ്സലാമു അലൈക്കും.